ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. ദേശീയ ഗോത്രോത്സവം ആദ്യ മഹോത്സവം 2025 രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഗോത്രവിഭാഗത്തിന്റെ പാരമ്പര്യവും ജീവിത രീതികളും രാജ്യത്തിന്റെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിന്റെ ടെക്സ്റ്റൈൽ മേഖലയിലെ കയറ്റുമതി 2030ഓടെ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ 9 ലക്ഷം കോടി രൂപയായി ഉയർത്താനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ ഭാരത് ടെക്സ് 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ മോദി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ ദുരന്തത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. അപകടത്തിൽ മരണം 18ആയി. ഇതിൽ 11 സ്ത്രീകളും 5 കുട്ടികളും ഉൾപ്പെടുന്നു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ കാത്തുനിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. വയനാട് പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചു. നാളെ വൈകിട്ട് 5-ന് തിരുവനന്തപുരത്താണ് യോഗം. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന മുണ്ടക്കൈ, ചൂരൽമല മേഖലകളുടെ പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ നടക്കുന്ന കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര പരിഷ്കാരത്തിന്റെ ഭാഗമായി ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് 6 മാസത്തിനകം നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 1-ാം ക്ലാസ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷയും അഭിമുഖവും അനുവദിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. റാഗിംഗ് തടയാൻ കർശന നടപടികൾക്കൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഇന്ന് നിക്ഷേപകരുടെ ലക്ഷ്യസ്ഥാനമാണെന്ന് മന്ത്രി പി രാജീവ്. കേരളത്തിലെത്തിയ കമ്പനികൾ സംസ്ഥാനത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം കൂടുതൽ കമ്പനികളുമായി പങ്കുവയ്ക്കുകയും അവരെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വ്യവസായവും സ്റ്റാർട്ടപ്പും അടക്കമുള്ള മേഖലകളിൽ സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സാധ്യമായ എല്ലാ പിന്തുണയും നൽകി സർക്കാർ സംരംഭകർക്കൊപ്പമുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ചാലക്കുടി പോട്ടയിൽ ബാങ്ക് കവർച്ച നടത്തിയ ആൾ പിടിയിൽ. ചാലക്കുടി സ്വദേശി റിജോയാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് പോലീസ് 10 ലക്ഷം രൂപ കണ്ടെടുത്തു. കവർച്ച നടന്ന 3-ാം ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും പ്രത്യേക അർബുദ രോഗനിർണയം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. നാളെയും മറ്റന്നാളുമാണ് രോഗനിർണയം നടത്തുക. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ വനിതാ മാധ്യമ കോൺക്ലേവ് മറ്റന്നാൾ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ആധുനിക ചികിത്സാ സൌകര്യങ്ങൾ ഒരു കുടക്കീഴിലാക്കി കളമശ്ശേരി മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന ഒപ്പം മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ 4-ാം പതിപ്പ് ഇന്ന് നടന്നു. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി രാജീവ് അധ്യക്ഷനായി. കോട്ടയം ജില്ലയിലെ വെള്ളാവൂർ മണിമല തിരുവിതാംകൂർ ഫോക്ലോർ സെന്ററിലെ രംഗവേദിയുടെയും ആർട്ട് ഗാലറിയുടെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സബ് സെന്ററാണ് തിരുവിതാംകൂർ ഫോക്ലോർ സെന്റർ. ഇക്കൊല്ലത്തെ IPL ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. അടുത്ത മാസം 22-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. അഹമ്മദാബാദിൽ കേരളം ഗുജറാത്തിനെയും നാഗ്പൂരിൽ മുംബൈ വിദർഭയെയും നേരിടും. രാവിലെ 9:30 മുതലാണ് മത്സരം. കിഴക്കൻ മാലിയിൽ സ്വർണ്ണഖനിയിലുണ്ടായ അപകടത്തിൽ 42 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കോട്ടോയിൽ ശനിയാഴ്ചയാണ് അപകടമുണ്ടായത്. മാലിയിൽ ഈ വർഷം നടക്കുന്ന 2ാമത്തെ ഖനി അപകടമാണ് ഇത്. ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മാർത്തോമാ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത. പത്തനംതിട്ടയിൽ 130ാമത് മാരാമൺ കൺവെൻഷൻ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വേനൽ ചൂട് തീവ്രമാകുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൊഴിലാളികളും വഴിയോര കച്ചവടക്കാരും ജോലി സമയം ക്രമീകരിക്കുകയും വിശ്രമം ഉറപ്പുവരുത്തുകയും വേണമെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്ന്
1,30,00,000 രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കണ്ണൂർ ജില്ലയിലെ ചേലോറ സ്കൂൾ കെട്ടിടം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സംബന്ധിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.